സാർ, ഈ നമ്മുടെ നാട്ടിൽ നിരവധി വായ്പകൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ചില ആപ്ലിക്കേഷൻസൊക്കെ മൊബൈലിൽ ലോഡ് ചെയ്യിച്ച് ആൾക്കാരിൽ നിന്ന് പണം പിരിച്ച് വലിയ തട്ടിപ്പ് നടന്നതായിട്ടൊരു വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. ഇപ്പോൾ അതിൻ്റെ നിരവധി അതിനെ സംബന്ധിക്കുന്ന വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആപ്പുകൾ ഡെവലപ്പ് ചെയ്തതും ഈ തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചതും ചൈനയാണെന്നാണ് പറയുന്നത്. സിംഗപ്പൂർ വഴിയും ഇതിൻ്റെ ചില കാര്യങ്ങൾ നടന്നിരുന്നു എന്നിപ്പോൾ വാർത്ത പുറത്തു വരികയാണ്. സാർ, അതിലേക്ക് നമുക്കൊന്ന് അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറഞ്ഞാൽ കൂടുതൽ നമുക്കതിൻ്റെ കാര്യങ്ങളൊന്ന് പരിശോധിക്കാമായിരുന്നു. ഈ ആപ്പ് എന്ന് പറയുന്നത് അത് പുതിയ കാലത്തിലെ പുതിയ തട്ടിപ്പിൻ്റെ അവതാരമാണ്, രൂപമാണ്. ഇതിനകത്ത് ഈ ആപ്പ് തട്ടിപ്പിനകത്ത് ഏതാണ്ട് മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ പേരിൽ തന്നെ ഏതാണ്ട് ഒരു 478 ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മലയാളികൾ ഉള്ളതുകൊണ്ട് ഞാൻ മലയാളികൾ നടത്തിയിട്ടുള്ള വേറെ ചില തട്ടിപ്പ് കൂടി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിലേക്ക് വരാം. നമുക്കറിയാവുന്ന ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ട് പാതി വിലയ്ക്ക് സാധനങ്ങൾ, സ്കൂട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണല്ലോ ഏറ്റവും അവസാനം വന്നത്. അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് 90കളിൽ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ 5000 രൂപയോ 10000 രൂപയോ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷം കഴിയുമ്പോൾ കൊടൈക്കനാലോ എവിടെയോ ചെന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഇൻകം നമുക്ക് കിട്ടും. ആട് തേക്ക് മാഞ്ചിയം എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ വന്ന പരസ്യമുണ്ട്. അന്ന് ആപ്പും ഒന്നുമില്ലല്ലോ, പത്രങ്ങൾ വഴിയുള്ള തട്ടിപ്പ് നടത്തി. പുതിയ കാലത്തിൽ പുതിയ രൂപത്തിൽ വന്നു. അന്ന് ആട് തേക്ക് മാഞ്ചിയത്തിനകത്ത് കേരളത്തിലെ ധാരാളം ആൾക്കാർ പെട്ടിരുന്നു. 90കളിൽ 5000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. ധാരാളം ആൾക്കാർ പെട്ടിട്ടുണ്ട്. പിന്നെ അവർക്ക് പുറത്തു പറയാൻ കഴിയാത്ത രീതിയിൽ. അതുപോലെ തന്നെ ഇന്നിപ്പം ഈ ആപ്പ് ഈ ലിങ്കിനകത്ത് കയറി പോയി എന്ത് ചെയ്യുന്നുണ്ട് സാർ? അത് അന്ന് നടന്നത് ഈ പറഞ്ഞ പോലെ പണമേ നഷ്ടമായുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ മാനവും പോകുന്ന അവസ്ഥയിലാണ്. അത് പുതിയ കാലത്തില് പുതിയ ടെക്നോളജിയിലൂടെ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ കാര്യങ്ങൾ മുഴുവൻ ഇന്റർനെറ്റിൽ വഴിയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഏത് ചലനവും നിരീക്ഷിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ തട്ടിപ്പിൻ്റെ ഒരു പരകോടിയിലാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഇപ്പോഴും നമ്മൾ വീണുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ആലോചിക്കാൻ കഴിയുന്നില്ല. ഇതുവരെ ഏതാണ്ട് പറയുന്നത് ഇതിനകത്ത് സിംഗപ്പൂരിനും ലേക്കും പണം ഒഴുകിയിട്ടുണ്ട് ഈ ആപ്പ് വഴി ഉള്ള. ഇതെല്ലാം കടലാസ് കമ്പനികളാണ്, ഷെൽ കമ്പനികളാണ്. ചൈനയാണ് ഈ ആപ്പിൻ്റെ ഉപജ്ഞാതാക്കൾ. അത് ഇത്തരത്തിലുള്ള തട്ടിപ്പിൻ്റെയും കൃത്രിമ സാധനങ്ങളുടെ എല്ലാ ഉറവിടം എന്ന് പറയുന്നത് ചൈന തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഈ സിംഗപ്പൂരിലുമായിട്ട് ഈ പണം അങ്ങോട്ട് ഒഴുകിയിട്ടുള്ളത് കൊണ്ട് ED ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നിയമകാര്യ സഹകരണ കരാറുള്ള രാജ്യമാണ് നമ്മളുമായിട്ട് സിംഗപ്പൂർ. നിയമകാര്യ സഹകരണ കരാറുകൾ. അതുകൊണ്ട് ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത അന്വേഷണം അനിവാര്യമാണെന്നാണ് ഇപ്പോൾ ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ED അത് സംബന്ധിച്ച് ആവശ്യം ഉന്നയിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 1650 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്നത് എത്ര ബോധവൽക്കരണം നടത്തിയിട്ടും ഇത്തരത്തിലുള്ള ഇതിനകത്ത് തലവെച്ച് കൊടുക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ഈ ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത അന്വേഷണം വേണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അങ്ങ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഷെൽ കമ്പനികളാണ്, കടലാസ് കമ്പനികളാണ്. ഇപ്പം നിരവധി കടലാസ് കമ്പനികൾ കേരളത്തിൽ പലർക്കും ഉണ്ട്. SFIOയുടെ ഒക്കെ അന്വേഷണം നടക്കുന്നത് അറിയാമല്ലോ അങ്ങേക്ക്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ആപ്പുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊന്ന് ഞാൻ പേരുകൾ പറയാം, അങ്ങ് അതിൽ ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു. ഗോൾഡൻ റുപ്പി ഒരാപ്പിൻ്റെ പേരാണ്. അതുപോലെ മറ്റൊന്ന് ബ്ലിങ്ക് ലോൺ, അതുപോലെ കോയിൻ ക്യാഷ്, ലോൺ ഫ്രണ്ട്, പാക്കറ്റ്, ഇങ്ങനെ തുടങ്ങിയ നിരവധി ആപ്പുകൾ ഈ ചൈന ഡെവലപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അങ്ങ് പറഞ്ഞതുപോലെ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിൽ നിന്ന് ഈ ആപ്പുകൾ നമ്മുടെ മൊബൈലിനകത്തുള്ള പടങ്ങളും വിവരങ്ങളും മറ്റെല്ലാ ഡോക്യുമെൻറ്റുകളും നമ്മളെ സംബന്ധിക്കുന്ന പേഴ്സണൽ വിവരങ്ങളടക്കം ചോർത്തി നെറ്റ് വഴി അത് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഡാറ്റ മുഴുവനും അങ്ങ് പോകുന്നു. അപ്പോൾ നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്, നമ്മുടെ പൊക്കം എത്രയാണ്, നമ്മുടെ നിറം എന്താണ്, അങ്ങനെയുള്ള അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും, ഞാൻ ഏത് വർഷമാണ് SSLC പരീക്ഷ എഴുതിയത്, എനിക്ക് എത്ര മാർക്ക് കിട്ടി,
തുടങ്ങിയ അടിസ്ഥാന, കാരണം നമ്മളിപ്പോൾ എന്തായാലും ഈ SSLC സർട്ടിഫിക്കറ്റ് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, മൊബൈലിൽ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മളത് വാട്സാപ്പ് വഴി അയച്ചു കൊടുക്കുകയാണ്. ഫോട്ടോ എടുത്താൽ മതി, അപ്പം തന്നെ ഈ ആപ്പ് ആ സാധനം എടുത്ത് വളരെ കൃത്യമായിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ വലിയൊരു ചതി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. അത് ഈ നമ്മുടെ ചിത്രങ്ങളൊക്കെ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, അത് വെച്ച് ലോൺ എടുപ്പിക്കുന്നു. ഈ എടുത്ത ലോണിൻ്റെ പണം ഈ ആളിന് കൈമാറാതിരിക്കുന്നു, ആ പണം ഇടനിലക്കാരടിച്ചു മാറ്റുന്നു. ഇപ്പോൾ അങ്ങനെ കൊച്ചിയിൽ അങ്ങ് പറഞ്ഞല്ലോ, മലയാളികളടക്കം അറസ്റ്റിലായി. മലയാളികൾ ഏതാണ്ട് ഒരു 2 പേര് മലയാളികളുണ്ട്, 4 പേര് തമിഴരാണ്. അതിലെ 460 എങ്ങാണ്ടാണ് വ്യാജ അക്കൗണ്ടുകളാണ് ഇവർ. ഞാൻ അതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ കൂടെ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ പറയാം. MM സയ്യിദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കോഴിക്കോടുകാരൻ അറസ്റ്റിലായിട്ടുണ്ട്, ഇടനിലക്കാരനാണ്. അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് TG വർഗീസ് എന്ന് പറയുന്ന ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. പിന്നെ ഒരു 4 പേര് തമിഴ്നാട്ടിൽ നിന്ന്, മധുര അടക്കമുള്ള ജില്ലയിൽ നിന്നാണ് അറസ്റ്റിലായിരിക്കുന്നത്. അങ്ങ് പറഞ്ഞത് 478 എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. വാടക അക്കൗണ്ടുകളാണ്. അതായത് ഇപ്പോൾ അങ്ങയുടെ അക്കൗണ്ട് അവരിതിനായിട്ട് ഉപയോഗിക്കും. അങ്ങയുടെ അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പണം നിക്ഷേപിക്കാൻ ഈ ആപ്പ് എടുക്കുന്ന ലോൺ ആവശ്യപ്പെടുന്ന ആളിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ പ്രോസസ്സിങ് ഫീസായിട്ട് 2000 രൂപ ഈ അക്കൗണ്ടിലേക്ക് റെമിറ്റ് ചെയ്യണം, ഇടണം എന്ന് പറയും. അപ്പോൾ ഞാനാണ് ലോൺ എടുക്കുന്ന ആളെങ്കിൽ അങ്ങയുടെ അക്കൗണ്ട് ആയിരിക്കും എനിക്ക് തരുന്നത്. ഞാൻ ആ അക്കൗണ്ടിലേക്ക് ഈ പണം ഇടുന്നു. അങ്ങയുടെ അക്കൗണ്ടിൽ നിന്ന് ആ പണം അവരുടെ ഷെൽ കമ്പനിയിലേക്ക് വലിക്കാനുള്ള സംവിധാനം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുവഴി ഈ പണം അങ്ങോട്ടേക്ക് മാറ്റം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങ് പ്രതിയാവുകയും ചെയ്യും ഈ കേസിൽ. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, ഇങ്ങനെ 478-79 അക്കൗണ്ടുകൾ അവർ എടുത്തു എന്നാണ് പറയുന്നത്. വാടക അക്കൗണ്ടുകളാണ്. അത് ഒരു വസീർ എക്സ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, അതിലൊരു 26 അക്കൗണ്ടുകൾ ഉണ്ടെന്ന് പറയുന്നു. ഈ ക്രിപ്റ്റോ കറൻസി നമുക്കറിയാം, അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ആർക്കും ഇല്ല. ഇതൊരു പ്രത്യേക തരത്തിൽ ഈ ഡിജിറ്റൽ കറൻസി ആണെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. നമുക്ക് പോലും വാസ്തവത്തിൽ എന്താണ് ഈ സാധനം, ചക്കയാണോ മാങ്ങയാണോ തേങ്ങയാണോ എന്ന് പോലും അറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അത് ഏതാണ്ട് 112 കോടി രൂപ ഈ ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റിയിട്ട് ചൈനയിൽ അത് വിഡ്രോ ചെയ്തു, അത് പിൻവലിച്ചു എന്നാണ് ഇപ്പോൾ ഈ ED പറയുന്നത്. ഇത്തരത്തിൽ വലിയ തോതിൽ അതിവ്യാപകമായ ഒരു തട്ടിപ്പ് ഇവിടെ നടന്നിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് എവിടുന്നെങ്കിലും, ഈ മലയാളിയെ സംബന്ധിച്ച് എവിടുന്നെങ്കിലും ലോൺ കിട്ടിയാൽ മതി, ആര് ലോൺ കൊടുത്താലും വാങ്ങിക്കും. കൊള്ളപ്പലിശക്കാരൻ്റെന്നും വട്ടിപ്പലിശക്കാരൻ്റെന്നും വരെ പണം കടം വാങ്ങാൻ ഒരു മടിയുമില്ല. എന്നിട്ട് അവസാനം ഒരു മുഴുവൻ കയറിൽ ജീവിതം അങ്ങ് തീർക്കും. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ചില ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ നിരോധനം ഒക്കെ ടിക്ടോക്ക് അടക്കം നിരോധിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമുക്ക് എത്രത്തോളം അങ്ങനെ നിരോധനം എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ, ഇതൊക്കെ നിരോധിക്കപ്പെടും സാറേ. ഇത് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ആൾറെഡി നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യ. പ്രത്യേകിച്ച് ഇത് 2014-ലും 2013-ലും 2015-ലും ഒക്കെ മിലിറ്ററി ഇൻ്റലിജൻസ് തന്നെ, ഞാനന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്കറിയാം, നമ്മൾ ഈ പ്രതിരോധ മേഖലയിൽ ചില ക്ലാസ്സുകൾക്ക് നമ്മളെ വിളിക്കും, ജേർണലിസ്റ്റുകളെ വിളിക്കും. അന്ന് അവർ ഇതിൻ്റെ മുന്നറിയിപ്പ് തന്നിരുന്നു. ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ ഈ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ പോലും ഈ ചൈനയും മറ്റും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വലിയ അപകടകാരികളാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വരെ അവരതുവഴി ചോർത്തുന്നുണ്ട് എന്ന് അന്ന് മുന്നറിയിപ്പ് നൽകിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഡിജിറ്റൽ മേഖലയിൽ ചൈന വലിയ തോതിൽ തട്ടിപ്പോയിട്ട് നമുക്ക് നേരെ മാത്രമല്ല, വിവിധ രാജ്യങ്ങൾക്ക് നേരെ, അമേരിക്കയ്ക്ക് പോലും. പക്ഷേ ഈ സിംഗപ്പൂരിലേക്ക് ഇത് മുഴുവൻ അങ്ങോട്ടേക്കും കൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ സിംഗപ്പൂർ വഴിയാണിത് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതെ. പക്ഷേ ഈ ആപ്പിൽ പെട്ട് കഴിഞ്ഞാൽ എത്രയോ സമയത്തിനകമാണ് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമായി നമ്മുടെ രാജ്യത്ത് അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഈ ഫോറൻസിക് സൈബർ വിങ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് പലതും ഈ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ച് പോകുന്നതിനൊരു നിശ്ചിത സമയം എടുക്കും. അങ്ങനെയൊക്കെ അറിയാമല്ലോ. ഇപ്പം നമ്മൾ ഗൂഗിൾ പേ ചെയ്താൽ തന്നെ അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പെട്ടെന്ന് ട്രാൻസാക്ഷൻ നടന്നതായിട്ടൊക്കെ കാണിക്കുമെങ്കിലും അതിനൊരു സമയമുണ്ട്. ആ സമയം ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിലെല്ലാവരും ശമ്പളം വാങ്ങുന്നത് അക്കൗണ്ടിലേക്കാണ് പൈസ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനം നമുക്ക് രാവിലെ, ഇന്ന് 1-ാം തീയതിയാണ്, 1-ാം തീയതി രാവിലെ 10 മണിക്ക് ആ പണം അവർ അക്കൗണ്ടിലേക്ക് ഇട്ടു എന്നിരിക്കട്ടെ. പക്ഷെ അത് ഏതാണ്ട് രാത്രി ഒരു 10 മണിയോടടുത്താണ് നമ്മുടെ അക്കൗണ്ടിൽ അത് വന്നു ചേരുന്നതും വരവ് വെക്കുന്നതും. അപ്പോൾ ഈ ഒരു കാലയളവ് പലതിനും ഉണ്ട്. അതുപോലെ അതൊക്കെ ഈ സേഫ്റ്റി മെഷേഴ്സ് സർക്കാർ തന്നെ നിർബന്ധപൂർവ്വം ചെയ്തിരിക്കുന്നതാണ് ഈ ബാങ്കുകളിലെല്ലാം.
ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നില്ല, നമുക്ക് ഉള്ള അറിവ് അവിടെ നിൽക്കട്ടെ. പക്ഷേ അത് കൊണ്ട് ഈ പോലീസിൽ നമ്മൾ പെട്ടെന്ന് പരാതിപ്പെട്ടാൽ ഇത്തരം ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ ചില കാര്യങ്ങളൊക്കെ തടയാൻ സാധിക്കുകയും വളരെ പെട്ടെന്ന് ആ പണം തിരിച്ചു പിടിക്കാൻ സാധിക്കുകയും ചെയ്യും. ബാങ്കുകാർക്കും അതിന് കഴിയും, സഹായിക്കാൻ കഴിയും. അതാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം, ഈ കണ്ട ആപ്പിലെല്ലാം കയറി ഇറങ്ങുന്നവര് ഇങ്ങനെ പരാതിപ്പെടാനൊന്നും പോകാൻ തക്കവണ്ണമുള്ള വിവേകം കാണിക്കത്തില്ല എന്നുള്ളതാണ്. തീർച്ചയായും വിവേകം ഉള്ളവൻ ഈ ആപ്പിൽ കയറില്ല. ഇപ്പൊ നമുക്കൊക്കെ തന്നെ എത്ര മെസ്സേജുകൾ വരുന്നു, നമ്മളത് മൈൻഡ് പോലും മെസ്സേജോ ഓരോരുത്തരുടെ വിളിയല്ലേ വരുന്നത്. അതെ, വിളിച്ച് ആ ലോണ് തരാം, ഈ ലോണ് തരാം, എന്തോ പറയണ്ട, വീട്ടിൽ പച്ചക്കറി വാങ്ങിക്കാൻ വരെ ലോണ് തരാമെന്നാണ് ഇപ്പൊ പറയുന്നത്. എന്തായാലും ഇതൊരു വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ED ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ കത്തൊക്കെ കൊടുത്തിരിക്കുകയാണല്ലോ ആഭ്യന്തര മന്ത്രാലയത്തിന്. ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായ ബോധവൽക്കരണം വേണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫോൺ വിളിക്കുമ്പം ഈ BSNL നമ്പറിലേക്കൊക്കെ വിളിച്ചാൽ ഇതിനെക്കുറിച്ചാണ്, ഈ റിംഗ് ടോണിന് പകരം നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ നിങ്ങളെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെ സംഭവിച്ചിരിക്കുന്നു, ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഇന്ന നമ്പറിലേക്ക് 1930 എന്ന നമ്പറിലേക്ക് ഉടനെ പരാതിപ്പെടണം എന്ന് പറഞ്ഞ് വളരെ ശക്തമായ ബോധവൽക്കരണം നമ്മുടെ ഈ ഡിജിറ്റൽ മേഖലയിൽ തന്നെ നടന്നു വരികയാണ്. എന്തായാലും ചൈനയുടെ ഈ കൊള്ള, ഈ തട്ടിപ്പ്, ഇത് വളരെ സൂക്ഷ്മതയോടെ വളരെ ജാഗ്രതയോടെ നമ്മൾ നീങ്ങേണ്ടതാണ്. ഈ ലോൺ ആര് കടം തരാം എന്ന് പറഞ്ഞാലും കൈ നീട്ടി ചെല്ലുന്ന മലയാളിയുടെ സ്വഭാവം എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്ത് ഇത്രയൊന്നും ഇല്ല. കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത്. കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് 2 കൈ നീട്ടി ആര് ലോണ് തരാം എന്ന് പറഞ്ഞാലും ചെല്ലുന്ന സ്വഭാവം മലയാളി മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ പണം മാത്രമല്ല നാണവും മാനവും കൂടി നഷ്ടപ്പെടും.